വാ കേറുവാ. ബാക്കി സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? അത് ഞങ്ങളവിടെ റൂമിലിട്ട് അടച്ചു. ഞങ്ങൾ താമസിക്കുന്നില്ലല്ലോ, ജിമ്മിച്ചാന് പ്രശ്നമുള്ളൂ. ഇനി ആ റൂമിനൊരു വാടക കൊടുക്കേണ്ടി വരും. ഇതാ മുറി. വന്നേ. എന്തായാലും എനിക്ക് സമാധാനമായി. ഞാൻ ഇക്കയോട് പറഞ്ഞതേ ഉള്ളൂ. ചെറിയ വണ്ടിയിലല്ലേ കൊണ്ടുവന്നത്. എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നാൽ ഇടാൻ സൗകര്യം കുറവാ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീട് കിട്ടുമ്പോൾ അങ്ങ് മാറണ്ടേ. ഇത് അൻസലിന്റെ മുറിയാ. അവന് പഠിക്കാനുള്ള ബുക്കുകളാ ഇതൊക്കെ. ഇത് ഞാനങ്ങ് താഴെ വെച്ചോളാം. എടാ മോനെ, ബുക്കൊക്കെ എടുത്ത് ഇവിടെ വെച്ചോ. അത്യാവശ്യം തുണി മാറാനുള്ളത് മാത്രം മുകളിലേക്ക് എടുത്താൽ മതി. ബാക്കിയൊക്കെ താഴെ ഇരിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് മാറേണ്ടതല്ലേ. സ്കൂളിനടുത്ത് വീട് കിട്ടാത്തോണ്ടാ. ഇനിയിപ്പോ അത് ശരിയായില്ലെങ്കിലും കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാന്ന് വിചാരിക്കാം. ഫാമിലിക്ക് വീട് കിട്ടാൻ എളുപ്പമാ. ബാച്ചിലേഴ്സിനാ താമസം. നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കാരുടെ എത്ര പേരോട് പറഞ്ഞാന്നറിയോ? ഒരാൾക്കും വിശ്വാസമില്ല. പേരുദോഷമാവും പോലും. എന്തൊരു മനുഷ്യരല്ലേ. ആൻസിക്ക് അടുക്കളയൊക്കെ കാണണ്ടേ? വാ വാ ആൻസി. പിള്ളേരുടെ ഒരു ദിവസത്തെ ക്ലാസ് പോയില്ലേ? അവര് നോട്ട്സ് എഴുതി എടുത്തോളൂ. മോൻ വരാറായി. സ്കൂൾ ബസ് ഇതിന്റെ മുന്നിലൂടെയാ പോകുന്നത്. ഇപ്പൊ വരും. വന്നു കയറിയാൽ ഒരു ഗ്ലാസ് പാല് നിർബന്ധമാ. TV കണ്ട് ശീലിച്ചതാ. ആൻസിയുടെ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നാൽ എന്ത് കഴിക്കും? ബേക്ക്ഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഉച്ചക്കലത്തെ ചോറും കറികളൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടാ പോവാറ്. ചോറോ? ഈ വീട്ടിൽ ഞങ്ങള് ചോറേ വെക്കത്തില്ല. എനിക്കിഷ്ടം ചപ്പാത്തിയാ. ചിക്കനോ മട്ടനോ നിർബന്ധമാ. അതും രാവിലെ ദോശയുടെ കൂടെ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാവരും പരിചയക്കാരാ. വിളിച്ചു പറഞ്ഞാൽ പാക്ക് ചെയ്ത് കൊടുത്തുവിടും. ഹോം ഡെലിവറി. പേടിഎം ഉണ്ടല്ലോ. ബാങ്കിലും പോവണ്ട. ആൻസി ഇവിടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നേ? മോളി പോവോ? അയ്യോ ഇല്ല, അത് വീട്ടിനടുത്തൊരു പലചരക്ക് കടയുണ്ട്. സാധനം തീരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നാ വാങ്ങാം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്ക്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു പറയാം. പേടിഎം ഉണ്ടല്ലോ. അതൊന്നും വേണ്ട, ഞാൻ അനന്തുവിനെ പറഞ്ഞു വിട്ടോളാം. പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് കുറച്ച് അരിയും സാധനങ്ങളും പാക്ക് ചെയ്തിട്ടാ വന്നത്. എങ്കിൽ പിന്നെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനേ ബാക്കിൽ ഒരു കിച്ചൺ ഉണ്ട്. ചോറും കറിയൊക്കെ വെക്കാൻ സൗകര്യമാ. പക്ഷെ വിറക് വാങ്ങിക്കണം. ഗ്യാസ് ഇല്ല. ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ടല്ലോ. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ആൻസി, പോലീസിലോ സൈബറിലോ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? അത് CMനെയും DGPനെയും കാണാനിരിക്കുക. DGPയോ? അവരെയൊക്കെ ഇനി എന്തോന്ന് കാണാനാ? നമ്മൾ പെണ്ണുങ്ങൾ പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കുവോ? കണ്ടതല്ലേ വിശ്വസിക്കൂ. അവരീ കേസ് തെളിയിക്കൊന്നും പറഞ്ഞ് കാശ് മേടിക്കും, ഇടയ്ക്ക് നിന്ന് പറ്റിക്കുകയും ചെയ്യും. ഞാൻ ഒന്ന് ചെല്ലട്ടെ.